മസിൽ കൂട്ടാൻ വേണ്ടി ജിമ്മിൽ കയറിയിട്ട് പിന്നെ മസിൽ കുറയ്ക്കാൻ വേണ്ടി സൈക്കിൾ ചവിട്ടേണ്ട അവസ്ഥയല്ല. ആയി എൻ്റെ മോനെ ഇതെപ്പോൾ തുടങ്ങി? നമ്മളറിയാതെ ഈ ഷോപ്പൊക്കെ എങ്ങനെ തുടങ്ങിയാന്താ? കുഴപ്പമില്ല, എന്തായാലും ഒന്ന് കയറിയിട്ട് വരാം. ഓ നൈസിന് ചമ്മി ഗേസ്. അത് ബാർബർ ഷോപ്പായിരുന്നു ഗേസ്. എൻ്റെ മുട്ട ആയതുകൊണ്ട് ബാർബർ ഷോപ്പിൽ ഒന്നും പോകണ്ട. അല്ല, ഇവിടെ ഞാനൊരു റെഡ് സൈക്കിൾ വെച്ചിരുന്നല്ല. അല്ല, ഇവിടെ സൈക്കിൾ ഇത് ഇവിടെ പോയി. സൈക്കിള് എൻ്റെ സൈക്കിൾ ആരും മോഷ്ടിച്ചെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒരു ആളെ കാണില്ല. ഒരു ഓടി കാറുണ്ടല്ലോ, നോക്കിട്ട് വരാം. പുതിയ ഓടി കാറില്ലേ? എന്നൊന്ന് വണ്ടിയിലൊന്ന് കയറ്റോ, എൻ്റെ വീട് വരെ ഒന്ന് ആക്കാൻ. അല്ല, പോലീസ് സ്റ്റേഷനിലൊന്ന് ആക്കാൻ, കംപ്ലൈന്റ് പറയാം. എന്റെ കാറിൽ ചവിട്ടണ, അതും പുതിയ ഓടി കാറില്. നിർത്തറ അങ്ങോട്ട്, കാലിറക്കടാ. ഒന്ന് പോടാ അവിടെ നിന്ന്, മനുഷ്യനെ മെനക്കെടുത്ത. ഒന്ന് പോടാ അവൻ്റെ ഒരു ഗെമ. ഹായ്, അവിടെ ഒരു ബുള്ളറ്റ് അല്ലേ കിടക്കണം? അതും വൈറ്റ് ബുള്ളറ്റ്. മോനെ സെറ്റ് ഗെയ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ മോനെ അത് പൊളിച്ച് കേട്ടാ. എന്തായാലും നമുക്കൊന്ന് ഇതൊന്ന് ഓട്ടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. അതും എൻ്റെ വിലപ്പെട്ട സൈക്കിൾ. ആ സൈക്കിൾ ഇല്ലെങ്കിൽ എന്നെ അമ്മ അടിക്കുന്നേ. അമ്മ അടിച്ച് തീർന്നതാണ് ഞാൻ ഇനി. പക്ഷേ പണ്ട് ഞാൻ ഒരു എൻ്റെ ഒരു യമഹ വിമാക്സ് കൊണ്ട് കളഞ്ഞുകൊണ്ടാണ് എനിക്ക് മൊട്ടത്തല അടിച്ചു തന്നത്. എൻ്റെ സൈക്കിളും കൂടെ പോയാൽ പിന്നെ ഞാൻ എന്തോ നെയ്യുണ്ടോ. ഇടിക്കല്ലേ അമ്മച്ചേ, ഇത് ആരുടെ ബൈക്കാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ബൈക്കല്ല, ബുള്ളറ്റ്. എന്തായാലും ടക്കടക്കുന്ന ശബ്ദമൊന്നും കേൾക്കണ്ട. കുഴപ്പമില്ല. എന്തായാലും നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. സൈക്കിൾ എനിക്ക് കിട്ടിയേ തീരും. അണ്ണാ ഒന്ന് വഴിമാറണ്ണ. എന്തൊരെണ്ണ, ബുള്ളറ്റിനെ കണ്ടുകൂടെ? ശിഷ്. എന്തായാലും നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സേഫായിട്ടൊന്നും പറ്റിയില്ലെന്ന് തോന്നണം മരത്തിലിടിച്ചപ്പം. അണ്ണാ ഇവിടെ പരാതി കൊടുക്കണേ. ഇവിടെ പരാതി കൊടുക്കണം? അത് പോലീസുകാരുടെ അടുത്ത് അണ്ണനാ. പോയി അകത്തോടാ. ദേഷ്യം പിടിക്കണ എന്തിന്? റിസപ്ഷനിലാണെന്നൊന്ന് പറഞ്ഞാൽ പോരെ. സോറി സാറേ. എന്താടാ പരാതി? സാറേ, എൻ്റെ സൈക്കിള് പോയി സാറേ, അതാണ് പരാതി. വലിയ പ്രശ്നമാണ്. എന്നാ അത് മുംബൈ ടീംസ് ആയിരിക്കും. നമുക്കൊന്നും പറ്റൂല. അവന്മാരെ നമുക്ക് വരെ പേടിയാണ്. പോയി വേണമെങ്കിൽ നീ ആ ഫ്ലാറ്റിൽ വല്ലതും പോയി നോക്ക്. ഓണയൊക്കെ ശരി തന്നെ, ജീവൻ കാണൂലെന്ന് മാത്രം. എന്തോ ചിരിയുടെ പ്രേതം പോലും ചിരിക്കൂലല്ലോ. മുംബൈ ടീംസാണ് പോലും. മുംബൈ ടീംസ് നമ്മളെ മുംബൈ അണ്ണം വിചാരിച്ചാൽ ഇവിടെ ഉള്ള ഫുള്ള് വേൾഡ് വാർ വരെ നടത്താൻ പറ്റും. പക്ഷേ വേണ്ട. എന്തായാലും നമുക്ക് മുംബൈ അണ്ണൻ്റെ അടുത്ത് പോയിട്ട് വീടുണ്ടല്ലോ, ആ അണ്ണൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചെങ്കിലും സ്റ്റിക്കി ബോംബ്സ് എടുക്കണം. സ്റ്റിക്കി ബോംബ് മാത്രം ആക്കണ്ട, AK-47 എല്ലാം അങ്ങ് എടുക്കും ഞാൻ. ഇതെന്തോടെ മഴയാണെന്ന് തോന്നുന്നു. മഴയായാലും നമ്മളിന്ന് അണ്ണൻ്റെ അടുത്ത് പോയിട്ട് ഫ്രീ ആയിട്ടെങ്കിലും ഒന്ന് നൈസിന് കാര്യം ഒപ്പിച്ചിട്ട് വരാം. അണ്ണാ. ഭാഗ്യ, ഇന്ന് അണ്ണൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫുള്ള് ഗണ്ണും തന്നു ഗെയ്സ്. അണ്ണന് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ. പാവ അണ്ണൻ അവിടെ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്റ്റിക്കി ബോംബൊക്കെ തന്നല്ല. ഇന്ന് ഏത് ടീംസ് ആയാലും ശരി, നമ്മളെ അടുത്താണ് കളി. എല്ലാ എണ്ണത്തിനും ഞാൻ പിന്നെ പാവം എൻ്റെ മുംബൈ അണ്ണൻ. ഗെയ്സ്, മുംബൈ അണ്ണന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഗെയ്സ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കമൻറ്റിലും കൂടെ അറിയിക്കണേ. പാവം അണ്ണൻ ഗെയ്സ്. എന്തായാലും നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. സ്ഥലം ഇവിടെയൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഗെയ്സ്, എന്തായാലും നമുക്ക് ഇവിടെ വഴിയൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടാ. എന്തായാലും ഇവിടെ ഒരു അമ്മൂമ്മ നിൽക്കുകയാണ്. ഈ അമ്മൂമ്മേടത്തൊന്ന് ചോദിച്ചു നോക്കാം. അമ്മൂമ്മേ, ഇവിടെ ബ്ലാക്ക് ടീംസ് എവിടെയാണ് അമ്മൂമ്മേ? എന്നെ അമ്മൂമ്മേതാ ഓർമ്മ നോക്ക്. എൻ്റെ പൊന്നോ, ഞാൻ തീർന്നേനെ ഇപ്പം. അറിയാതെ അമ്മൂമ്മയെന്ന് വിളിച്ചുപോയി. പക്ഷെ എൻ്റെ പൊന്നോ ഗേസ്, ഈ അമ്മൂമ്മയല്ല അവർ പറഞ്ഞത് ഇവിടെ നിന്നാണ് ഗേസ്. എൻ്റെ പൊന്നോ, എന്തായാലും നമുക്ക് ഈ ലിഫ്റ്റിൽ വല്ലതും കയറി പോവാം. മുംബൈ ഡോൺ ആയതുകൊണ്ട് കുറേ സ്റ്റിക്കി ബോംബ്സൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ലിഫ്റ്റൊന്നും വർക്കാവണില്ലല്ലോ. എന്ത് പ്രശ്നം ഗേസ്? എന്തായാലും മുംബൈ ഡോൺ പിന്നെ എന്തിനാണ് നമുക്ക് ഇത്രയും ഗൺസ് തന്നത്? ഈ ഗണ്ണിൻ്റെ പേരൊന്നും പറയണേ ഗേസ്. എൻ്റെ പേര് AK-51. എത്രയും യെസ്, നമ്മളങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഗേസിൻ്റെ വർക്ക് ഡാമേജാണ് കേട്ടാ. ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങി കേട്ടാ. നമ്മളാണെങ്കിൽ ഇവിടെ ജിമ്മിലും പോയി ഇവിടെ ഫുള്ള് ബിൽഡിങ്സൊക്കെ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാലേ ഗേസ്, ഈ
ന്യൂസിലൊക്കെ കണ്ട് എന്താണെന്ന് വെച്ചാൽ ഗേസ് ഇവിടെ എമർജൻസി ആണെങ്കിൽ ആംബുലൻസിന് പകരം ഇവിടെ ആയിട്ട് ഒരു ജെറ്റ് പാക്ക് ആണെന്നാണ് ഗേസ് ഇവിടെ എന്തോ സംസാരിക്കുകയാണ് നോക്കിക്കൊക്കെ. എടാ ഷിബുവേ, എന്തായാലും ഇവിടെ ജെറ്റ് പാക്ക് ഉള്ളതുകൊണ്ട് ആരെങ്കിലും കള്ളന്മാർ വരും. ഞാൻ ഒന്നും ബാത്റൂമിൽ പോയിട്ട് വരാം. ഉഫ് ഗേസ്, എന്തായാലും അവന്മാർ ബാത്റൂമിൽ എന്തോ പോയെന്ന് തോന്നുന്നു ഗേസ്. അതായത് എന്താ ഡക്കിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയ നമുക്കതല്ല വേണ്ട. ഭാഗ്യത്തിന് ജെറ്റ് പാക്ക് പഠിച്ചുകൊണ്ട് കൊള്ളാമല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് പെട്ടേനെ. ഇവിടെ ഹെലികോപ്റ്റർ പോയിട്ട് ഒരു പറക്കണ സാധനം പോലും ഇല്ല. ഇവിടെ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് നല്ലത്. എടാ ഞാനാണെങ്കിൽ ഒരു മുട്ടത്തലേൻ്റെ ഒരു റെഡ് സൈക്കിളും കൂടെ അടിച്ചു മാറ്റിയിടാം. ഓക്കെ ഗെയ്സ്, ആ മുട്ടത്തലയും ഞാനല്ലേ. എന്നെ ബ്ലാക്ക് ടീംസ് നിന്നെയൊക്കെ ഞാൻ ഇന്ന് വെച്ചേക്കില്ല. നിന്നെയൊക്കെ ഇന്ന് ഞാൻ തീർക്കും. അത് തന്നെ, അത്രേ ഉള്ളൂ. ഒരെണ്ണത്തിന് അടിച്ചപ്പോൾ മറ്റേതും പോയി. ഗെയ്സ്, ആ വണ്ടിയിൽ ഭാഗ്യത്തിന് ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യം. എന്തായാലും നമുക്ക് എൻ്റെ പൊന്നു ഇതെന്തോന്ന് ഫുള്ള് സൈക്കിളാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ആരുമില്ല, ഫുള്ള് കത്തിച്ചിട്ടുണ്ട്. ഫുള്ള് ഇതിൻ്റെ അകത്ത് സൈക്കിളാണേ. നമ്മൾ സൈക്കിൾ എത്ര മൂന്ന് റെഡും നീല എല്ലാം ഉണ്ട്. എന്തായാലും ഗേസ്, അവന്മാർ നമ്മളതിൽ ചെയ്തത് ദ്രോഹമല്ലേ ഗേസ്. എന്തായാലും അവന്മാർ പാവമൊന്നുമല്ല. എന്തായാലും ഇത് കുറേ രൂപയാവൂലേ. ഈ കാറിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗേസ്. എന്തായാലും അവർ ചെയ്തത് തെറ്റ്, നമ്മൾ അതിനെക്കാട്ടിയും തെറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അമ്മച്ചായ് എൻ്റെ പൊന്നോ, ഗേസ് എൻ്റെ പൊന്നോ, ആരും പേടിക്കണ്ട കേട്ടാ. ഈ റേഡിയോ അറിയാതെ പോയത് അമ്മച്ചേ. എൻ്റെ അമ്മു ഗേസ്, എൻ്റെ എൻജിനൊക്കെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ പവർ അത്ര ഹൈറ്റ് ഇരുന്ന ഒരു സംഭവമില്ല ഗേസ്. എന്തായാലും ബ്ലാക്ക് ടീംസിൽ നിന്ന് നമ്മളെ കൊല്ലും. അവന്മാരെ തലവനെയൊക്കെ കൊന്നുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. Do it till I get what I want. I turn a business out of nothing.